മലയാള സിനിമയിലെ എവർഗ്രീൻ ഹീറോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് ശങ്കറാണ്. മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ സിനിമയിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഓപ്പണിംഗ്, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അതുപോലെ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സ്റ്റാർഡം ഒരുപക്ഷെ പിന്നീട് കുഞ്ചാക്കോ ബോബൻ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ള നടന്മാരെല്ലാം പതുക്കെ അല്ലെങ്കിൽ ഒരു ആദ്യത്തെ കുറച്ച് സിനിമകളൊക്കെ ചെയ്ത ശേഷമൊക്കെ ആയിരിക്കും അതുപോലത്തെ ഒരു സ്റ്റാർഡം, ഇൻക്ലൂഡിങ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ. ഇപ്പോൾ ശങ്കർ അദ്ദേഹം സംവിധായകനും കൂടിയാണ്. അദ്ദേഹം ഒരു 4-5 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയൊരു സിനിമ എറിക് എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററുകളിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്താ പറയുക, എറണാകുളത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഓർമ്മകളും അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികളെ കുറിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് സംസാരിച്ചു. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കേട്ടപ്പോൾ വളരെ രസകരമായിട്ട് തോന്നിയിരുന്നു. അതായത് ഒന്ന്, നമുക്ക് പലർക്കും അറിയുന്നുണ്ടും, അദ്ദേഹം ആദ്യം ശരപ്പഞ്ചരം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ചെറിയൊരു വേഷമാണ് അതിൽ അഭിനയിച്ചത്. അതിൽ നമുക്കറിയാം, ജയനെ സൂപ്പർ സ്റ്റാറിലോട്ട് എത്തിച്ച ഒരു സിനിമയാണ്. അതിൽ ഒരു 2-3 സീൻ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹം അവിടെ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കുന്ന ഒരു സമയമാണ്. അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് സൂപ്പർ സ്റ്റാർസിനെ അല്ലെങ്കിൽ ഒരുപാട് മികച്ച നടന്മാരെ, താരങ്ങളെയൊക്കെ സമ്മാനിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അന്നത്തെ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന. ഇന്നതില്ലെന്ന് തോന്നുന്നു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അന്ന് ഇവരൊക്കെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടുത്തെ ഏറ്റവും വലിയൊരു നടൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു രജനീകാന്ത്, പിന്നെ ചിരഞ്ജീവി, പിന്നെ ശങ്കർ, ജോസ്, ശ്രീനാഥ് എന്ന് പറയുന്ന നടൻ, പിന്നെ കൈലാസ് നാഥ് എന്ന് പറയുന്ന ഒരു നടൻ സംവിധായകരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് പേര് അവിടുന്ന് പഠിച്ചിറങ്ങിയതാണ്. ആ ആദം അയ്യൂബ് എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ ഒരു സംവിധായകനും, അദ്ദേഹം വലിയൊരു എന്താ പറയുക, അദ്ദേഹം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിച്ചിരുന്നു. വലിയ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. മനോജ് കെ ജയൻ്റെ ഒക്കെ അധ്യാപകനായിരുന്നു. ഇങ്ങനെ ഒരുപാട് പേര് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശങ്കർ പറഞ്ഞത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശരപ്പഞ്ചരത്തിൽ ഒരു വേഷം കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഒരു തലൈരാഗം എന്ന് പറയുന്ന സിനിമ തമിഴിൽ. ആ സിനിമ എല്ലാം പുതുമുഖങ്ങളായതുകൊണ്ട് അതിൽ ഒരുപാട് എന്താ പറയുക, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊന്നും കിട്ടിയില്ല. അങ്ങനെ കുറേ ലേറ്റ് ആയിട്ടാണ് സിനിമ. പക്ഷേ സിനിമ അവിടെ 365 ദിവസം ഓടി, ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നു. അതോടുകൂടി ശങ്കർ ഒരു റൊമാൻറ്റിക് ഹീറോ ആയി മാറി. ആ ഒരു സിനിമയിൽ തന്നെ ശങ്കറോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഒരു നടനായിരുന്നു രവീന്ദ്രൻ. രവീന്ദ്രൻ്റെയും ആദ്യത്തെ സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ് മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇവിടെ തുടർന്ന് നവോദയ അങ്ങനെ ഒരു പുതുമുഖങ്ങളെ വെച്ചിട്ട് സിനിമ പ്ലാൻ ചെയ്തത്. അന്ന് പുതുമുഖങ്ങളെ വെച്ച് പ്ലാൻ ചെയ്തപ്പോൾ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് അന്ന് ശങ്കറിനെയും രവീന്ദ്രനെയും ഒരുമിച്ച് അഭിനയിപ്പിക്കാനായിരുന്നു അത് പ്ലാൻ. അത് പിന്നീട് രവീന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിലും. അന്ന് നവോദയ പ്ലാൻ ചെയ്തിരുന്നത് നായകനായിട്ട് ശങ്കർ, ഒരു തലരാഗത്തിൽ കുറച്ച് നെഗറ്റീവ് റോൾ ഉണ്ടായിരുന്ന രവീന്ദ്രനെ കൊണ്ട് ഇതിലോട്ട് വില്ലനാക്കുന്നു. പക്ഷേ രവീന്ദ്രൻ ആ സമയത്ത് IV ശശിയുടെ ഒരു സിനിമയിൽ നായകനായിട്ട് അവസരം കിട്ടിയപ്പോൾ രവീന്ദ്രൻ പിന്മാറിയപ്പോഴാണ് പകരം പുതുമുഖമായ മോഹൻലാലിനെ അതിൽ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഒറ്റ സിനിമയോടുകൂടി ശങ്കർ, മോഹൻലാൽ എല്ലാവരും താരങ്ങളായി. പക്ഷേ മോഹൻലാൽ കൂടുതലും നെഗറ്റീവ് റോളുകളിലും അല്ലെങ്കിൽ ക്യാരക്ടർ റോളുകളിലോട്ടായിരുന്നു. ശങ്കർ ആയിരുന്നു ശരിക്കും ഒരു ഹീറോ എന്ന രീതിയിൽ അദ്ദേഹം വിലസ് ചെയ്ത്. അപ്പോൾ 79 തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയാണ് ഇപ്പം 2026 വരെ എത്തി നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പം അന്ന് ഉണ്ടായിരുന്ന പലരും സൂപ്പർ സ്റ്റാർസ് ആയിട്ടുണ്ട്. ചിലർ സിനിമയിലെ ഒന്നും ആവാതെ പോയിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് നടന്മാർ പിന്നീട് താരമൂല്യമൊക്കെ പോയി അവർ വ്യക്തിപരമായിട്ട് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലൊക്കെ തകർന്നു പോയ ഒരുപാട് പേരുണ്ട്. പക്ഷേ ശങ്കർ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഫിനാൻഷ്യലി എനിക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ ഇന്നത്തെ ജനറേഷന്, അത് സിനിമയിൽ തന്നെയല്ല ഏതൊരു ജനറേഷനായാലും എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ അന്ന് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന പൈസയെല്ലാം, അദ്ദേഹം അങ്ങനെ ഭയങ്കര ഒരു ഒരു എന്താ പറയുക, ഒരു സാമർത്ഥ്യക്കാരനൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവിടെ മുകേഷൊക്കെ പലപ്പോഴും കളിയാക്കി പറയും ശങ്കറിനെ പറ്റിക്കാൻ എളുപ്പമാണ്, ശങ്കർ നിഷ്കളങ്കനാണെന്നൊക്കെ. ശങ്കർ പറഞ്ഞത്, ഞാൻ അന്ന് എനിക്ക് കിട്ടുന്ന പൈസയൊക്കെ നാട്ടിലോട്ടൊന്നും അക്കൗണ്ട് എടുത്ത് പോകാനോ നാട്ടിൽ കൊണ്ട് കൊടുക്കാനൊന്നും സമയം കിട്ടില്ല. ഒരു വർഷം 20-27 സിനിമകൾ വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങി പിറ്റേ ദിവസം പുലർച്ചെ വരെ 3 ദിവസം സിനിമകൾ, 4 സിനിമകളൊക്കെ ഒരു ദിവസം അഭിനയിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന പൈസയും റെമ്യൂണറേഷനൊക്കെ ഒരു പെട്ടിയിലാക്കി വെക്കും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അത് എടുത്തുകൊണ്ട് പോകും. പിന്നെ അച്ഛൻ നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് അച്ഛൻ അത് കൊണ്ട്, പിന്നെ അച്ഛനായിരുന്നു മണി മാനേജ്മെന്റ്, എന്താ പറയുക, ഹാൻഡിൽ ചെയ്തിരുന്നത് പൈസയൊക്കെ. പിന്നെ നാട്ടിൽ വീട് വെച്ചു. പിന്നെ അദ്ദേഹം ഒരുപാട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അന്ന് മദ്രാസിലൊക്കെ ഒരു സെന്റിനൊക്കെ ആയിരങ്ങളെ വിലയുള്ളൂ. അന്ന് ഇദ്ദേഹത്തിനൊക്കെ ആയിരങ്ങൾ തന്നെ റെമ്യൂണറേഷനാണ്. ഏകദേശം 25,000 രൂപയും 40,000 രൂപയൊക്കെ റെമ്യൂണറേഷൻ കിട്ടിയിരുന്നു ആ ഒരു 83-84 കാലഘട്ടങ്ങളിലൊക്കെ. അതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹം എല്ലാം റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിക്കും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്നും അദ്ദേഹം ഒരു ചെറുപ്പമായിട്ട് നിലനിൽക്കുന്നത്. കാരണം ഇന്നും അദ്ദേഹം ഒരു എവർഗ്രീൻ സ്റ്റാർ എന്ന രീതിയിൽ നമുക്ക് അദ്ദേഹം കാണുമ്പോഴും തോന്നുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പിന്നീട് ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തു. എല്ലാ സിനിമകളും ഹിറ്റായി. പക്ഷേ ഒരു 86-87 ആയപ്പോൾ കുറച്ച് സിനിമകൾ പരാജയപ്പെട്ടു തുടങ്ങി. പിന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വയം ഒരു ടൈപ്പ് കാസ്റ്റ് ആയി തുടങ്ങി. പിന്നെ എനിക്കും ഒരു മടുപ്പ് തോന്നിയപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്ത് പോയി. പിന്നെ ബ്രേക്ക് എടുത്ത് അദ്ദേഹം തിരിച്ചു വന്നത് വില്ലനായിട്ടായിരുന്നു.
കിഴക്കുണരി പക്ഷി എന്ന് പറഞ്ഞ വേണുനാഗവള്ളി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ സിനിമയിൽ വില്ലൻ വേഷമായിരുന്നു. വേണുനാഗവള്ളിയുടെ സുമോദേവിയിൽ നായകനായിരുന്നു, അന്ന് സപ്പോർട്ടിംഗ് ആക്ടറായിരുന്നു മോഹൻലാൽ. ഇത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ മോഹൻലാൽ നായകനും ശങ്കർ വില്ലനായി. അപ്പൊ അത് ചെറിയൊരു മാറ്റവും രസകരമായിട്ട് വരുമെന്ന് തോന്നിയിട്ടാണ് അവർ ആ ഒരു സിനിമ ഓർഗനൈസ് ചെയ്തത്. അത് പ്രൊജക്ട് വേണുനാഗവള്ളിയും ചെയ്തത്, ഇവരെ കാസ്റ്റ് ചെയ്തു. പക്ഷെ ആ സിനിമ പരാജയമായിരുന്നു. സിനിമയിൽ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നെങ്കിൽ സിനിമ അങ്ങനെ സൂപ്പർ ഹിറ്റായില്ല. ശങ്കറിന് അതുകൊണ്ട് ഗുണം ചെയ്തില്ല. ഇതുപോലെ തന്നെ അഭിമന്യു എന്ന് പറഞ്ഞ പ്രിയദർശൻ സിനിമ, പ്രിയദർശന്റെ ഒരുപാട് സിനിമകളിൽ ശങ്കർ മോഹൻലാൽ ഒരുമിച്ച് നായകന്മാരായിട്ട് മത്സരിക്കുന്നതാണ്. പ്രിയദർശന്റെ അഭിമന്യുവിൽ ഒരു വില്ലൻ വേഷമാണ് ശങ്കർ ചെയ്തത്. അതായത് മോഹൻലാലിന്റെ സുഹൃത്തായിട്ട് വരുന്നു, പിന്നീട് വില്ലനാവുന്നു, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ രണ്ട് സിനിമയും അദ്ദേഹത്തിന് ഗുണം ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് പിന്നെ ഞാൻ എന്നാലും ഇനി വില്ലൻ വേഷം ചെയ്യേണ്ട എന്ന് വെച്ചു. അതിനിടയ്ക്ക് തമിഴിലെ 1-2 സിനിമകളൊക്കെ അദ്ദേഹം ഇതിനിടയ്ക്ക് 90s തുടക്കം ചെയ്തു. ഇത് കഴിഞ്ഞ് അദ്ദേഹം സംവിധാനം ചെയ്യാം എന്ന് വിചാരിച്ചു. അതുവരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ സംവിധാനം ചെയ്യുന്ന ആഗ്രഹമേ ഇല്ലായിരുന്നു. ഇന്ന് നമുക്കറിയാം ഓരോ നടന്മാർ ചെറുപ്പക്കാർ തന്നെ സംവിധാനം ചെയ്യുന്നുണ്ട്, അഭിനയത്തിനോടൊപ്പം ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. പണ്ട് വളരെ അപൂർവമല്ലോ, ബാലചന്ദ്ര മേനോനെ പോലുള്ളവരും വേണുനാഗവള്ളി പോലുള്ളവരും മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ശങ്കർ പറഞ്ഞ ആ 80s ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പിന്നീട് ഞാൻ അങ്ങനെ ഒരു ബ്രേക്ക് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു സിനിമ ചെയ്യാം എന്നിട്ട് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തു. വേറൊരു റൈറ്ററാണ്, അവരൊക്കെ കൂടി ഇരുന്ന് വർക്കൗട്ട് ചെയ്തു. സുരേഷ് ഗോപിനെ വെച്ചിട്ട് സിനിമ ചെയ്യാം, ഒരു ആക്ഷൻ സിനിമ. അന്ന് കമ്മീഷണർ മേഖലവിനൊക്കെ ഇറങ്ങി ഹിറ്റായി നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ സുരേഷ് ഗോപി അടുത്ത് കഥയും പറയുന്നു, സുരേഷ് ഗോപി ഓക്കെ പറയുന്നു. എല്ലാം എനിക്കൊണ്ട് സുരേഷ് ഗോപി അടുത്ത് കഥ പറഞ്ഞിട്ടില്ല പോകുന്നത്. ഇവർ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. സുരേഷ് ഗോപിയുടെ ഡേറ്റ് ഉണ്ട്, സുരേഷ് ഗോപി എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരെല്ലാം പ്ലാൻ ചെയ്ത സമയത്ത് 1-2 വർഷം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണ് അതുപോലെ സാമ്യമുള്ള ഒരു സിനിമ അന്ന് റിലീസായി. ഏത് സിനിമയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു സാമ്യമുള്ള സിനിമ റിലീസായതുകൊണ്ട് ആ ഒരു സിനിമ ഡ്രോപ്പായി. പിന്നീട് അദ്ദേഹം വേറെയും കഥകളൊക്കെ നോക്കിയൊന്നും വർക്കൗട്ട് ആയില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് അദ്ദേഹം നായകനായിട്ട് കുറച്ച് സിനിമകളൊക്കെ, പിന്നെ നമുക്കറിയാം സൂര്യവനം, ഭദ്ര, ഫയർ എന്നൊക്കെ പറഞ്ഞ 99-2000 കാലഘട്ടങ്ങളിലെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും നിർമ്മാതാവിന് ലാഭം അല്ലെങ്കിൽ ബിസിനസ് ആയ സിനിമകളാണ്. പക്ഷെ ശങ്കർ എന്ന് പറയുന്ന ഒരു നടനെ പഴയ ഒരു താരമൂല്യത്തിലോട്ട് കൊണ്ടുവരാൻ ആ സിനിമകൾക്ക് സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം പ്രവാസിയായി, അദ്ദേഹം ലണ്ടനിൽ സെറ്റിലായി. ഇതിനിടയ്ക്ക് അദ്ദേഹം മിനി സ്ക്രീനിലും കുറച്ച് സീരിയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിം, അദ്ദേഹം കുറച്ച് ഷോർട്ട് ഫിലിമും കുറച്ച് ഒരു ഫെസ്റ്റിവൽ മൂവിയൊക്കെ ചെയ്തു. കുറേ ഫെസ്റ്റിവൽസിലൊക്കെ ഒരുപാട് എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് അദ്ദേഹം 2009 കേരളോത്സവം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുന്നത്. ആ ഒരു സിനിമ അദ്ദേഹം സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹം എൻ്ററായി. അതങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ഒന്നുമല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് പല സിനിമകൾ ചെയ്തു. ഇപ്പോൾ 2026 എറിക് എന്ന് പറയുന്ന പൂർണ്ണമായും ലണ്ടനിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയിൽ വരെ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ 2009 മുതൽ 2026 വരെ ഞാൻ 4-5 സിനിമകൾ ചെയ്തിട്ടുള്ളൂ. എനിക്കിഷ്ടമെന്ന് തോന്നുന്ന, എനിക്ക് താല്പര്യം തോന്നുന്ന സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നെ അഭിനയമാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. എനിക്ക് നല്ലൊരു വില്ലൻ വേഷം ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ, എനിക്ക് ഇടക്കാലത്ത് ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു സിനിമയിൽ എനിക്കൊരു നല്ല റോള് കിട്ടിയിരുന്നു, ഹ്യൂമറായിരുന്നു. പിന്നെ ഭ്രമം എന്ന് പറയുന്ന ഒരു സിനിമയിലും അദ്ദേഹം നല്ലൊരു വേഷം ചെയ്തു. അതേ പറഞ്ഞാൽ വല്ലപ്പോഴും എനിക്ക് വരുന്നുള്ളൂ. പല ആളുകളും പറയും ശങ്കറിന് നല്ലൊരു വില്ലൻ വേഷം ചെയ്യാൻ താല്പര്യം, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ശങ്കറിനെ അങ്ങനെ ഞങ്ങളുടെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ സംവിധായകർ പറയാറുണ്ട്. പക്ഷെ ആരും അങ്ങനത്തെ റോളുകൾ വരുന്നില്ല. അദ്ദേഹം പറഞ്ഞാൽ ആരും കൊണ്ടൊന്നും തരുന്നില്ല. എനിക്ക് അങ്ങനത്തെ വേഷം കിട്ടി ചെയ്യാൻ വളരെ താല്പര്യമാണ്. പണ്ട് പ്രിയദർശന സിനിമകളിലൊക്കെയാണ് കൂടുതൽ അദ്ദേഹം ഹ്യൂമറൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നും പക്ഷെ ജനങ്ങളുടെ സ്നേഹം, പ്രേക്ഷകരുടെ സ്നേഹം ഇന്നും അദ്ദേഹം പറഞ്ഞ് എനിക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം എത്രയോ തലമുറകൾ മാറി വന്നു കഴിഞ്ഞാലും ഗാനങ്ങൾ ഇന്ന് അദ്ദേഹം അഭിനയിച്ച ഗാനങ്ങൾ ഹിറ്റാവുന്നു. പലപ്പോഴും അദ്ദേഹം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആരാധകർ ഇപ്പോഴും വന്ന് ആ ഒരു പാട്ടുകളെ കുറിച്ച് ഇന്നത്തെ യുവതലമുറ സംസാരിക്കുന്നു. പിന്നെ അദ്ദേഹം പറയും അദ്ദേഹം ഒക്കെ അനുഭവിച്ച ഒരു സ്റ്റാറുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ് ഇന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഒരൊറ്റ സിനിമ കൊണ്ട് സ്റ്റാറായി. അത് കഴിഞ്ഞ് പിന്നെയാണ് അദ്ദേഹം വന്ന് ഒരിക്കൽ മദ്രാസിൽ നിന്ന് കേരളത്തിലോട്ട് ഒരിക്കൽ കാറിൽ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ ഒരു ഹോട്ടലിലോ ചായക്കടയിലോ നിർത്തി ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ആ ഒരു 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 കുഗ്രാമം പോലത്തെ ഒരു ഏരിയ ആയിരുന്നു തമിഴ്നാട്ടിൽ. അവരുള്ള ആളുകൾ മുഴുവനും ഇളകി വന്ന് അന്ന് പോലീസ് വന്നിട്ടാണ് ഈ ഒരു ക്രൗഡിനെ മാറ്റേണ്ടി വന്നതെന്നാണ് പറയുന്നത്. ഇതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കത്തുകൾ, ദിവസം 50-60 കത്തുകൾ വരും ഇതിന്. ഇപ്പൊ കത്തുകൾ വായിക്കാനും കത്തുകൾക്ക് മറുപടി കൊടുക്കാനും ഒരുപാട് ഫോട്ടോകൾക്ക് ഒപ്പിട്ട് വെച്ച് ഈ ഫോട്ടോകളെല്ലാം കത്തിനോടൊപ്പം വെച്ച് അയക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഒരു സ്റ്റാർഡം ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളാണ് ഇതെല്ലാം. ഞാനിതൊന്നും സിനിമയൊന്നും സ്വപ്നത്തിലൊന്നും ആഗ്രഹിച്ചിട്ടുള്ളതല്ല ചെറുപ്പത്തിൽ. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് വലിയൊരു സ്റ്റാർ ആവാൻ പറ്റി. അതോടൊപ്പം തന്നെ നഷ്ടങ്ങളെ കുറിച്ച് ഞാൻ ബോധമല്ല, കാരണം എനിക്ക് അപ്പുറത്ത് നേട്ടങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഇടക്കാലത്ത് എവിടെയോ വായിച്ചിട്ടുണ്ട്, ബോയിങ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ മോഹൻലാലും മുകേഷുമാണ്. അന്ന് മോഹൻലാലും മുകേഷും അങ്ങനെ സൂപ്പർ സ്റ്റാർസ് അല്ല. മോഹൻലാലും ഒന്ന് രാജാവിന്റെ മകന് മുമ്പാണ്. അപ്പോൾ ബോയിങ് എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ശങ്കർ അതിലൊരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. ഒരു ബാറിലെ ഒരു ഫൈറ്റ് സീനിൽ മോഹൻലാലിനെയും മുകേഷിനൊക്കെ ഗുണ്ടകൾ ഇടിക്കാൻ വരുമ്പോൾ രക്ഷിക്കാൻ വരുന്നുണ്ട്. ചെറിയൊരു സീനും ഒരു ഡയലോഗ് എന്തുള്ളൂ. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, അന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു ശങ്കറും കൂടി ഉണ്ടെങ്കിൽ
ഡിസ്ട്രിബ്യൂഷൻ പൈസ കൂടുതൽ, അല്ലെങ്കിൽ അതൊരു ബിസിനസ്സാണ് എന്ന് പറഞ്ഞ് അന്ന് അങ്ങനെയാണ്. ശങ്കറിൻ്റെ ഒരു തല പോസ്റ്ററിൽ വന്നാൽ അതൊരു ബിസിനസ്സാണ്, അതിനുവേണ്ടി ശങ്കറിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇത് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇപ്പോഴും തേടുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ എനിക്ക് മോഹൻലാലുമായി നല്ല ബന്ധമാണ്, എല്ലാവരുമായും ബന്ധമാണ്. മോഹൻലാലിനെ നായകനാക്കിയ ഒരു സിനിമയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, സുരേഷ് ഗോപിയിൽ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റിയ കഥ വന്നാൽ ഞാൻ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം മോഹൻലാലിനോടൊപ്പം ഈ അടുത്തല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാസിനോവ, ഇവിടം സ്വർഗമാണെന്ന സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ ലണ്ടനിൽ വരുമ്പോൾ കാണാറുണ്ട്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, മമ്മൂക്കയായിട്ട് നല്ല സൗഹൃദമാണ്. അപ്പോൾ നമുക്കറിയാം 80s മാഗസീൻസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അന്ന് മമ്മൂട്ടി, മോഹൻലാൽ, ശങ്കർ എന്ന രീതിയിൽ ഒരു 85 ഒരു ചിത്രഭൂമിയിലൊക്കെ വന്ന ഒരു റിപ്പോർട്ടൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. എന്തായാലും ഇപ്പം അദ്ദേഹം ഒരു യുവതാരങ്ങളെ വെച്ചിട്ട്, ഒരു ഗീതിക തിവാരി എന്ന് പറയുന്ന ഒരു തെന്നിന്ത്യൻ നായികയാണ്, അതുപോലെ ഹേമന്ത് മേനോൻ എന്ന് പറയുന്ന ഫാസിൽ തന്നെ കൊണ്ടുവന്ന ലിവിങ് ടുഗദറിൽ കൊണ്ടുവന്ന നായകനാണ്. അദ്ദേഹത്തെ നായകനാക്കിയിട്ട് ലണ്ടനിൽ പൂർണ്ണമായി ചിത്രീകരിച്ച ഒരു സിനിമയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ അദ്ദേഹം ബാക്ക് ടു ബാക്ക് സിനിമകൾ സംവിധാനം ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം നല്ല വേഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുക എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇനിയും നല്ല അവസരങ്ങൾ കിട്ടട്ടെ. എന്തായാലും ശങ്കർ എന്ന് പറയുന്ന എവർഗ്രീൻ സ്റ്റാറിന്റെ, നിങ്ങൾക്ക് ശങ്കർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ ഗാനം അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ അത് ഏതാണെന്നുള്ളതും നമുക്ക് കമന്റ് ചെയ്യുക.